ബാച്ചിന്റെ ആദ്യത്തെ നമ്മുടെ റീയൂണിയൻ തുടങ്ങാനായിട്ട് സമയം കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പരിപാടിയാണ് ഈ റീയൂണിയൻ. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് പരിപാടിയിലേക്ക് എടുക്കാം. അതിന് മുന്നേ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിയല്ലോ. അതിലേറെ ബുദ്ധിമുട്ടിയാണ് ഞാൻ വന്നത്. ഞാൻ ഗുരുവായൂരിൽ വന്നതാണ്. അപ്പോൾ എനിക്കൊരു ബിഗ് ക്ലാപ്പ് തരും. ചുമ്മാ പറഞ്ഞാട്ടോ. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ അധ്യാപകർ, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, അവരോടുള്ള ആദരവുമായി നമുക്കൊരു മിനിറ്റ് മൗനം ആചരിക്കും. അത് നമ്മുടെ പ്രിയപ്പെട്ട വിജയകുമാർ ടീച്ചർ, നമ്മുടെ കുട്ടിയുടെ ജോർജ് സാറ്, കുട്ടിയുടെ ജോർജ് സാറ്, പിന്നെ ശാലിനി, ബിജു എൽ സി, ശ്രീകുമാർ, ആദരമായിട്ട് തൽപ്പര്യം ഫാദർ വെച്ച് അതായത് സ്വാഗതം പറയുന്നതാണ്. സ്വാഗതം ചെയ്യുമെന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാത്യു വർഗീസ് ക്ഷണിച്ചു കൊടുക്കുന്നു. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കുട്ടികളെ, എന്നിൽ നിഷിദ്ധമായിരിക്കുന്ന കുട്ടികളും ഇന്ന് എല്ലാവർക്കും കൂടെ സ്വാഗതം ആശംസിക്കേണ്ടതാണ്. ആക്ച്വലി സ്വാഗതത്തിനേക്കാൾ പോലെ ഞാൻ ആദ്യം ഒരു നന്ദിയാണ് പറയേണ്ടത്. കാരണം 94 ബാച്ചിൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും 94 ബാച്ചിൽ ഇവിടെ പഠിച്ചിട്ടില്ല. എങ്കിലും 91 ഞാൻ 7ാം ക്ലാസ്സിൽ ഇവിടുന്ന് പോയതാണ്. ഞാനും മനുവും ശ്രീകാന്തും ഒക്കെ ഇവിടുന്ന് ടെക്നിക്കൽ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോയതാണ്. ഇന്നെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ ഓർത്ത് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഈ സംഗമത്തിലേക്ക് ഞങ്ങളെയും കൂടി ഇൻവൈറ്റ് ചെയ്തതിന് ആദ്യം തന്നെ ഇതിൻ്റെ എല്ലാ ക്ലാസ്മേറ്റ്സിനോടും നന്ദി അറിയിക്കണം. വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ക്ലാസ് മുറികൾ നടക്കുമ്പോൾ ഞാൻ ഏതാണ്ട് 20 വർഷത്തോളമായി ഈ മുറി കയറിയിട്ട്. കാര്യം 7ാം ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയെങ്കിലും പിന്നെ സൺഡേ സ്കൂളിലേക്ക് ആയിട്ട് 10ാം ക്ലാസ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ സ്കൂൾ ക്യാമ്പസിലേക്ക് വന്നിട്ടുണ്ടെന്ന്. ബാംഗ്ലൂർ പോയിട്ട് ഇപ്പോൾ 20 വർഷത്തോളമായി. പല ടീച്ചർമാർക്ക് എൻ്റെ പരിചയം കാണത്തില്ല. ഈ സ്വാഗതാശംസിക്കുന്ന ആൾ ആരാന്ന് ചിലപ്പോൾ ആശയിക്കാം. ഞാൻ പ്രോത്സാഹന ടീച്ചറൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. പരിചയപ്പെടുത്താൻ ഞാൻ ഉണ്ടായത്. അപ്പോൾ എല്ലാ ടീച്ചർമാരെയും പേരെടുത്ത് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ആത്മമായി സ്വാഗതം ചെയ്യാം. ആദ്യമായിട്ട് ജോൺ സാർ
മാത്സ് പഠിപ്പിച്ച ഗിരിജ ടീച്ചർ, ഞങ്ങളെ സയൻസ് പഠിപ്പിച്ച മറ്റേ ടീച്ചർ, ഞങ്ങളെ മലയാളം പഠിപ്പിച്ച ജയമ ടീച്ചർ, നമ്മളെ രാഷ്ട്രഭാഷ പഠിപ്പിച്ച ഹിന്ദി, ഇപ്പൊ ബാംഗ്ലൂരൊക്കെ പോയ അത്യാവശ്യം ഹിന്ദിയൊക്കെ പറയുന്നത് ടീച്ചർ പഠിപ്പിച്ച ഹിന്ദി കൊണ്ടാണ്. ടെക്നിക്കൽ സ്കൂളിൽ ഹിന്ദി ഉണ്ടായിരുന്നില്ല. അംബിക ടീച്ചർ പഠിപ്പിച്ച ഹിന്ദി കൊണ്ടാണ് നമ്മളിപ്പോഴും നടന്നു പോകുന്നത്. അംബിക ടീച്ചറിന്റെ സ്വാഗതം. നമ്മുടെ പഠിപ്പിച്ചിട്ടില്ല, എന്നാലും ജോസാന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രോത്സാഹനം സപ്പോർട്ടായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ, സാറമ്മ ടീച്ചർ, വൈശിത്ര ടീച്ചർ. 8 ടീച്ചർമാർക്കാണ് വരാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് ചില കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റിയില്ല. എങ്കിലും അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ എല്ലാ കൂട്ടുകാരെയും, പിന്നെ നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫായ ജോയിച്ചേട്ടൻ, ചേട്ടൻ, ചേച്ചി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ തറവാട്ടിൽ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ചേച്ചിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ HM സിന്ധു ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ സിന്ധു ടീച്ചർ അടുത്ത മാസം റിട്ടയർ ആവുകയാണ്. അപ്പം അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എന്തോ തിരക്കുകളുണ്ട്. ഇന്ന് അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ടീച്ചറെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളെല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും, വന്നിരിക്കുന്ന കുട്ടികളെയും, എല്ലാ അവരുടെ ഫാമിലിയെയും, വീട്ടിലിരിക്കുന്ന എല്ലാ ഫാമിലിയെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തായിട്ട് നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനമാണ്. അതിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഗിരിജ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗിരിജ ടീച്ചർ. ടീച്ചറെ ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കോ? നിങ്ങളെല്ലാം കാണാൻ സഹായിക്കും ഒരു സൗകര്യം കിട്ടി. നിങ്ങൾ ഇത്രയും കുട്ടികളെയും സംഘടിപ്പിച്ച് കൊണ്ടുവന്ന ഒരു സംഘാടകർക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. കുട്ടികളെല്ലാം 30 വർണ്ണ കുട്ടികളാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ ചടങ്ങ്, നിങ്ങളുടെ ചടങ്ങ്
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ അധ്യാപകർക്ക് മൊമെന്റ് കൊടുക്കുന്ന ചടങ്ങാണ്. ആദ്യമായിട്ട് ജോർജ് സാർ. ഗിരിജ ടീച്ചർ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മേരി ടീച്ചർ. ഞങ്ങളുടെ ജയാമ ടീച്ചർ. ഞങ്ങളുടെ ഹിന്ദി ടീച്ചർ അംബിയ ടീച്ചർ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരി ടീച്ചർ. ഇതാ അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട സാറാമ്മ ടീച്ചർക്ക്. ഏറ്റവും പ്രിയപ്പെട്ട ലിസി ടീച്ചർ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മോളി ടീച്ചർ. ഞങ്ങളുടെ ജോയി ചേട്ടൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വർക്കി ചേട്ടൻ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സാറന്മാർ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. ആദ്യമായി നമ്മുടെ ജോർജ് സാർ. സ്നേഹം നിറഞ്ഞ പൂർവ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളായതറിയാം, ആരുടെയും മക്കളെ കൊച്ചുമക്കളായി. കൺഗ്രാറ്റ്സ്. മനുഷ്യന് തിരക്കിട്ട ജീവിതത്തില് ആശ്വാസം പകരുന്ന, ആഹ്ലാദം പകരുന്ന നിമിഷങ്ങളാണ് പഴയ പൂർവകാല സന്തോഷം പകർന്ന ഓർമ്മകൾ. അതിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് അറിയാതെ ഒറ്റയ്ക്കാണെങ്കിൽ പോലും മനസ്സിനൊരു കുളിർമ അനുഭവപ്പെടും. ആ ഒരു വികാരമാണ് നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും ഞങ്ങളെയും കൂടെ ഒരുമിച്ച് കൂട്ടുവാനായിട്ട് പ്രേരിപ്പിച്ച വികാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഒരു ചെറിയ കവിതാശകലത്തിൻ്റെ ചെറിയ ഭാഗം ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ്: പിഞ്ചു കരത്തണ്ടുകളെ തഴുകിയ കുപ്പിക്കങ്കണമുറികൾ, ഉള്ളിലൊതുക്കിയ ചെപ്പ് തുറന്ന വർണ്ണപ്പൊട്ടുകളോരോ എണ്ണിയെടുത്ത് തുടച്ചു മിനുക്കിയിട്ടൊരു മുത്തം നൽകി തിരികെ അടുക്കുമ്പോൾ, പിഞ്ചുകരത്തണ്ടുകളെ തഴുകിയ കുപ്പിക്കങ്കണമുറികൾ, ഉള്ളിലൊതുക്കിയ ചെപ്പ് തുറന്ന വർണ്ണപ്പൊട്ടുകളോരോ എണ്ണിയെടുത്ത് തുടച്ചു മിനുക്കിയിട്ടൊരു മുത്തം നൽകി തിരികെ അടുക്കുമ്പോൾ,
ഉണരുന്നു മനസ്സിലൊരായിരം സൗരഗോളം, വിടരുന്നു കരളിലൊരായിരം ചന്ദ്രബിംബം. അങ്ങനെയുള്ള ആ ഒരു ആഹ്ലാദത്തിൻ്റെ കുളിർമയുടെ നിമിഷങ്ങൾ സമ്മാനിച്ച നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഇതിന് മുൻകൈയെടുത്ത മറ്റെല്ലാവരും ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു വ്യക്തിയുടെ പങ്കാളിത്തം അത്രയ്ക്ക് എടുത്തു പറയേണ്ടതാണ്. അതൊക്കെ പെരുമാണ്ടാവില്ലല്ലോ. ഞാൻ ലക്ഷ്മിയുടെ പേര് എടുത്തു പറയുന്നതിന് ലക്ഷ്മിയെ അഭിനന്ദിക്കുന്നു. ലക്ഷ്മിയുടെ ഓക്കെ ഓക്കെ. എല്ലാവരും മുതിർന്ന ഞങ്ങളെപ്പോലെ കുടുംബസ്ഥരാണ്. ജീവിതത്തിൻ്റെ ആ ഒരു പ്രയാണത്തിൽ മുമ്പോട്ട് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ എല്ലാവരെയും നയിക്കേണ്ട ഒരു വികാരം കൂടി ഒന്ന് ചില ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. നമ്മളെല്ലാവരും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരാണ്, പല രാഷ്ട്രീയ വിശ്വാസമുള്ളവരാണ്. നമ്മുടെ ഈ കാലയളവിൽ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാം അതിപ്രസരം ഏറിക്കൊണ്ടിരിക്കുകയാണ്, സഹിക്കാൻ പറ്റാത്ത വണ്ണം. പക്ഷേ എല്ലാത്തിൻ്റെയും അന്തസത്ത തികച്ചും സത്യസന്ധമായ നിർമ്മലമായ മാനുഷിക ബന്ധങ്ങൾ, മാനവികതയിലൂന്നിയ മനുഷ്യബന്ധങ്ങൾ എന്നുള്ളതാണ് ഹ്യൂമനിസം എന്നുള്ളതാണ് എല്ലാ മാനവികത എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് ഉള്ള ഒരു വികാരം, ഒരു സത്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ, അതിൻ്റെ ലാഞ്ചനകൾ, അനുരണനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പുലർത്തുവാൻ നിങ്ങൾക്കാകട്ടെ. എപ്പോഴാണത് നമുക്ക് സാധിക്കുക? ഒരു നമ്മളെക്കാൾ താഴ്ന്ന അല്ലെങ്കിൽ അവശതയുള്ള ഒരു പ്രയാസപ്പെടുന്നവനെ കാണുമ്പോൾ ഉണ്ടാകേണ്ട മനുഷ്യത്വം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്ക് ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് എൻ്റെ അന്തരാത്മാവിൽ 1000 സൗരഗോളം എന്ന് അത്യുത്തം പാടിയതുപോലെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു ബാറ്റിൽ ഫീൽഡിൽ മുറിവേറ്റ് പടയാളികൾക്കിടയിൽ കിടന്ന പ്രയാസപ്പെട്ട ഒരു കേണൽ ഗ്ലാസ്റ്റൺ, താഴെ വേറെ അദ്ദേഹത്തിന്റെ കീഴെയുള്ള പടയാളികൾ മുറിവേറ്റ് കിടപ്പുണ്ട്, ആവശ്യമായിട്ട് ദാഹിച്ചു വരണ്ട്. എല്ലാവരുടെയും കയ്യിൽ വെള്ളമില്ലാത്ത അതുകൊണ്ടുണ്ട്. താഴെയുള്ള പടയാളിയുടെ സോൾജിയുടെ കയ്യിൽ വെള്ളമുണ്ട്, അവനും നല്ലോണം മുറിവുണ്ട്, ദാഹമുണ്ട്. പക്ഷേ മേലുദ്യോഗസ്ഥനായ ഗ്ലാസ്റ്റണിന് ഉള്ളില്ല. അപ്പോൾ ഈ താഴെയുള്ള ഉദ്യോഗസ്ഥൻ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് അവർ വേണം, ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ നൽകണം. അതെടുത്ത് കൊടുത്തു. ഗ്ലാസ്റ്റണിന് കൊടുത്തപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, നോ, യുവർ നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ. യുവർ നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ. ഇപ്പോൾ എന്നേക്കാൾ അത്യാവശ്യം നിനക്കാണ് നീ കുടിച്ചുകൊള്ളു. അങ്ങനെയുള്ള ആ ഉത്കൃഷ്ടമായ മാനവികതയുടെ ശ്രേഷ്ഠമായ വിചാരധാരകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുലർത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ അടുത്ത തലമുറകളിൽ, വരും തലമുറകളിൽ ഇങ്ങനെയുള്ള ആ മാനവികതയുടെ വികാരങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് വലിയ വലിയ ഇപ്പോൾ പതിയിരിക്കുന്ന അപകട ചുഴികളിൽ അറിയാലോ, ഡ്രഗ്സിൻ്റെയും മറ്റുള്ള അങ്ങനെയുള്ള അപായ ചുഴികളിൽ വിട്ടുപോകാതെ പ്രത്യേകം അവരെ ശ്രദ്ധിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട ലിസി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ കൂടി വരാനായിട്ടുള്ള
ഒരു ഭാഗ്യം കിട്ടിയതിൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ സ്കൂളുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ അപ്പച്ചനായിട്ട് ഞാനിവിടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു, 7ാം ക്ലാസ്സിൽ വരെ ഞങ്ങളിവിടെ പഠിച്ചു. ജോർജ് സാറ്, ആനി ടീച്ചറ്, വീട്ടിലിടത്തിലെ അച്ഛന്, ഇവിടെ ഞങ്ങളെല്ലാവരും വീട്ടിലിടത്തിലെ അച്ഛൻ മരിച്ചുപോയ പുലിച്ചാലച്ഛൻ, ജോർജ് സാറ്, ആനി ടീച്ചറ്, ഞങ്ങളെല്ലാവരും ഇവിടെ ഓടി നടന്ന് കളിച്ചു വളർന്ന പിള്ളേരാണ്. അപ്പോൾ നമുക്ക് പൂർവ്വകാലം മുതലേയുള്ള ബന്ധം നമുക്ക് ഈ സ്കൂളുമായിട്ടുണ്ട്. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ഓർക്കും, ഈ പിള്ളേരാണെങ്കിലും അന്ന് കുസൃതി പിള്ളേരാണെങ്കിലും ഇവിടെ എഴുതി ഇത്രയും മോളി കയറി അവരുടെ പേരെഴുതി വെച്ചത് എന്നാന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് എന്ന് ആലോചിച്ച് നോക്കി എന്ത് കഷ്ടപ്പെട്ട് അവരിവിടെയൊക്കെ കയറി എഴുതിയത്. ചോക്കിന്റെ പവർ. അപ്പൊ അങ്ങനെയുള്ള നല്ല അങ്ങനെ ഒത്തിരി ഓർമ്മകൾ നമുക്ക് നമ്മുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മുടെ ഈ പരിസരത്തും ഇവിടെ കൊണ്ടൊക്കെ ആയിട്ട് കഴിഞ്ഞുപോയി. പിന്നെ ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ട് കൂട്ടി ഞങ്ങളെല്ലാവരും പെൻഷൻ പറ്റിപ്പോയി ഒരുവിധം സുഖമായിട്ടൊക്കെ ജീവിക്കുന്നു. പിള്ളേരെ എല്ലാവരും ഇപ്പൊ കണ്ടാലും അറിയില്ല എന്നുള്ളതാണ്. വീട്ടുപേര് അപ്പൻ്റെ പേരിവിടെ പറഞ്ഞാൽ മതി. കാരണം അവരുടെ അപ്പച്ചന്മാരെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിള്ളേരെ കണ്ട അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ നമുക്ക് പറയാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെ അത് ക്ഷമിക്കണം. പിന്നെ പ്രായമായി വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ മേലാതെയൊക്കെ വരും നിങ്ങളെ. പക്ഷെ നമ്മളെ കണ്ടാൽ നിങ്ങൾ വർത്താനൊക്കെ പറയണം. പിന്നെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വരുമ്പോൾ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന, നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കൂട്ടുകാരാണ്. ഇപ്പം അങ്ങനെ പല പിള്ളേരും അങ്ങനെ ചെയ്യുന്നുണ്ട്. കൊച്ചു വീട് വെച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട കൊച്ചു സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അത് ഇങ്ങനെയൊരു കൂട്ടായ്മയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് പലരുടെ ഇതിൻ്റെ അകത്ത് എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ജോറി സാറ് പറഞ്ഞ പോലെ കണ്ണീര് നമ്മൾ പൊഴിക്കണം. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ കൂട്ടി പറയുകയാണ്, അതിനോടൊപ്പം നമ്മൾ സഹായം കൂടി ചെയ്യണം. കണ്ണീര് പൊഴിച്ചാൽ തന്നെ പോരാ, അക്കൂട്ടത്തിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നു. എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും നമ്മൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മളോട് ജയരാമകൃഷ്ണൻ ഒരുപാട് സംസാരിക്കുന്നതായിരിക്കും. ഇത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരെ, 94 ബാച്ചിലെ എത്രയും സ്നേഹം നിറഞ്ഞ കുട്ടികൾ, ഇങ്ങനെയൊരു കൂട്ടായ്മ ഞങ്ങളെല്ലാവരെയും വിളിച്ച് ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും കൂടുവാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ടീച്ചേഴ്സാണെങ്കിലും എല്ലാവരും കൂടി എപ്പോഴൊന്നും കാണാറില്ല. നിങ്ങളിൽ പലരെയും ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ര പരിചയം തോന്നിയില്ല. പിന്നെ പേരൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് പലരെയും മനസ്സിലാകുന്നത്. കുറേ പേരെയൊക്കെ അറിയാം, പക്ഷേ കുറേ പേരൊക്കെ പേരൊക്കെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സിൽ നിന്ന് പലരും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. കഴിഞ്ഞ കാലങ്ങളിൽ നിറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പലരും സുഖമില്ലാത്തതുകൊണ്ടും ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരെയും ഇങ്ങനെ കാണുവാനും ഞങ്ങൾക്ക് കൂടി ഇതിൽ സംസാരിക്കാനും എല്ലാവരെയും കാണുവാനുള്ള സന്ദർഭം ഉണ്ടാക്കി തന്ന നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കുട്ടികളെ എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും കാണാനും എല്ലാവരെയും നല്ല അവസരം കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. എനിക്കും ഞാനും 10ാം ക്ലാസ് പഠിച്ച ആദ്യ ക്ലാസ്സിലെ കുട്ടികൾ എൻ്റെ സ്കൂളിൽ വിളിച്ചു വരുത്തുകയും ആദരിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. പോയപ്പോഴാണ് പലരും കടന്നു പോയിട്ടുണ്ടെങ്കിലും കുറച്ച് പേരുണ്ടായിരുന്നു. അവരെയൊക്കെ കാണാൻ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ ഓർമ്മകളുണ്ടായിരുന്നു. അവരെയൊക്കെ കാണാൻ ഇതേപോലെ നമ്മളോരോ നടത്തുമ്പോൾ സന്തോഷമുള്ള എല്ലാവരോടും
വലിയ സന്തോഷം. വളരെ കുറച്ച് പേരെ ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ തവണ കണ്ടവരെ പോലും ഇത്തവണ കാണാനില്ല. എല്ലാവർക്കും പല അസൗകര്യങ്ങളോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടായിരിക്കാം. എന്നാൽ ഇങ്ങനെ കുറേ പേരെയെങ്കിലും കാണാനും വിദ്യാനുപാതിയിലെ കുട്ടികളെ എല്ലാവരെയും കണ്ട് അറിയാൻ വയ്യെങ്കിൽ പോലും കാണുമ്പോൾ അറിയാം. പക്ഷെ പേരൊന്നും ഓർമ്മയില്ല. എനിക്ക് സ്വതവേ തന്നെ ഓർമ്മപ്പെടുള്ളൂ എന്ന് എനിക്കൊരു സംശയം. അതായത് പേരാണ് എനിക്ക്. അതുകൊണ്ട് എല്ലാവരും ഓർത്തില്ലാന്ന് നിങ്ങൾ ഓർമ്മിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ വന്ന് കാണാനും അതുപോലെ വർത്തമാനം പറയാനും നിങ്ങൾ അതിന് തയ്യാറായിരിക്കണം. നിങ്ങളുടെ മറുപടിയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ മാത്രം മതി. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓരോരുത്തരെ എടുത്ത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിനൊരു അവസരമുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ ഈ വശത്തേക്ക് വരുന്നു പോയിട്ട് മറ്റുള്ളവരൊക്കെ ഈ പള്ളിക്കൊക്കെ പോയി നിങ്ങളെയൊക്കെ കുറേയൊക്കെ കാണുന്നുണ്ടാവും. എനിക്കൊക്കെ ഈ വശത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ വല്ലപ്പോഴും ഈ കുട്ടിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു ചെയ്യുകയോ ഒക്കെ അറിയുമ്പോഴാണ് അങ്ങനെയാണ് ഓരോ വിവരങ്ങളും അറിയണം. അപ്പോൾ അതിന് നിങ്ങളൊന്ന് തയ്യാറായെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം. പിന്നെ ഇതുപോലെ കൂട്ടായ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുണ്ടെന്നാൽ പോലും ശാരീരിക ബുദ്ധിമുട്ടുകളാണ് പറയണേ, അല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് വരാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ ക്ഷമിക്കാം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. സംസാരിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി കാണാൻ സാധിച്ചു. അവരുടെ അടുത്തൊക്കെ പോയി. അത് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് സഹകരിച്ച് സംബന്ധിച്ചത്. അതിന് എൻ്റെ മകൻ ഒരു കാരണക്കാരനായി. അവൻ ഇങ്ങനെയുള്ള ആവശ്യത്തിന് വരികയും എന്നെ കൊണ്ടുവരികയും ഇതിന് മുമ്പ് ഒരാവശ്യം കൂടെ നടക്കുകയും അപ്പം എന്നെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോകാൻ മാത്രമേ എനിക്കിപ്പോൾ വരാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ആദ്യം എന്നെ പറ്റി തന്നെ പറയാം. ഞാനിപ്പോൾ ഗുരുവായൂരാണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 വർഷമായി. ഞങ്ങൾ ഗുരുവായൂർ സെറ്റിൽഡാണ്. പിന്നെ ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. അത് തേമ്പരൂർ സ്റ്റെല്ല മേരീസിൽ. അത് കഴിഞ്ഞിട്ട് കുറേ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയി. ലാസ്റ്റ് ഞാൻ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അവിടെ നിന്ന് ഞാൻ ഗുരുവായൂർ ഇപ്പോൾ സെറ്റിൽഡായിട്ട് 20 വർഷമായി. ഇപ്പോൾ ജോലിയൊന്നും നോക്കുന്നില്ല. പക്ഷേ വീട്ടിൽ നന്നായി ജോലി ചെയ്യുന്നുണ്ട്. 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് ഉണ്ണിമായ, ആള് BBA ഏവിയേഷന് ബാംഗ്ലൂർ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ഉത്തര, ആള് ഇപ്പോൾ 10th എക്സാം ചെയ്തിരിക്കുക. ഹസ്ബൻഡ് രമേഷ് കുമാർ, ആള് വയനാട്ടിൽ റിസോർട്ടും ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ജീവിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ട്. അടുത്ത മനു. 6th പഠിക്കുന്നു. ഞാനൊരു ചെറിയ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. ദയാവി ടീച്ചറിനെയൊക്കെ എവിടെയെങ്കിലും പരിപാടിക്ക് വെച്ച് കാണാറുണ്ട്. ടീച്ചറിനെ കാണാറുണ്ട്. അതുപോലെ ടീച്ചറിനെ പള്ളിയിൽ എപ്പോഴെങ്കിലും കാണാറുണ്ട്. ഈ ടീച്ചറിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം. ബാക്കിയുള്ള ടീച്ചേഴ്സിനെ അധികം പഠിപ്പിച്ചിട്ടില്ല. ടീച്ചറിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം. അങ്ങനെ എപ്പോഴും പള്ളിയിൽ കാണുന്നുണ്ട്. ഒരു പുതുമയായിട്ട് തോന്നില്ല. പക്ഷെ പഴയ ടീച്ചേഴ്സിനെല്ലാം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ എന്തോ തോന്നുന്നു നിങ്ങളെ ഞാൻ എനിക്ക് 3 കുട്ടികളാണ്. മൂത്താൾ 10ാം ക്ലാസ് പഠിക്കുന്നു. 10ാം ക്ലാസ്സിലേക്കായി. രണ്ടാമത്തെ ആള് 8ാം ക്ലാസ്സിലേക്കും, ഇളയാള് 5ാം ക്ലാസ്സിലേക്കും. പിന്നെ ഞാൻ കുറെ നാൾ വിദേശത്തായിരുന്നു.
ഒരു 2-3 വർഷമായിട്ട് അവിടെ നിർത്തി പോകുന്നു. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും വർക്കുകൾ വരുമ്പോൾ മാത്രം പോകും. ബാക്കിയുള്ള സമയത്ത് നാട്ടിൽ ഫാമിലിയായിട്ട് ജീവിതം എൻജോയ് ചെയ്തായിട്ട് വെറുതെ ഇരിക്കുന്നു. അപ്പോഴും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പരിചയപ്പെടുത്താം. എൻ്റെ പേര് മാത്യു വർഗീസായിരുന്നു. പഠിക്കുന്നുള്ള ഇവിടെ 7ാം ക്ലാസ്സിലാണ് പഠിച്ചത്. അതിനുശേഷം മുളകോട്ടെ ടെക്നിക്കൽ സ്കൂളിൽ 8-9-10 പഠിച്ചു. അതിനുശേഷം കളമശ്ശേരി പോളിടെക്നിക്കിൽ, പിന്നെ അതിനുശേഷം IIM-ൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അദ്ദേഹം ഉണ്ടായിരുന്ന അദ്ദേഹം പറയാം. അതിനുശേഷം പിന്നെ സപ്ലൈ ചെയിനിൽ PGDM ചെയ്തു. പിന്നെ MBA കൂടി ചെയ്തു. അങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഏതാണ്ട് തീർന്ന അവസ്ഥ. ഇപ്പൊ ബാംഗ്ലൂരിൽ 1 വർഷമായിട്ടുണ്ട്. ഒരു കമ്പനിയിൽ DGM-ആയിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാം നന്നായിട്ട് നടക്കുന്നു. 2 മക്കള്. മൂത്ത ആള് ഈ വർഷം SSLC എഴുതി. 2ാമത്തെ ആള് 4ാം ക്ലാസ്സിൽ. ഈ സിനിമക്കുള്ളിൽ എടുക്കുമ്പോൾ ഞാൻ അമ്മയുടെ പാട്ടിലേക്ക് ജോസാറ ഓർക്കുന്നു. ഒരുപാട് ഓർമ്മകളുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. എൻ്റെ പേര് ശ്രീകാന്ത്. വീടുള്ള തന്നെയാണ് കിട്ടുന്നത്. ഈ കൂളിംഗ് ടൈമിലൊക്കെ നമ്മൾ വീടുകൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഒട്ടുമിക്ക ക്ലാസ്മേറ്റ്സും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടാവും. കടനാട്ടുകാരൻ തന്നെയാണ്. ഒരു ചെറിയ ബിസിനസ്, IT ബിസിനസ് ചെയ്യുന്നു. ഒരു മകനുണ്ട്. മകൻ 8ൽ പഠിക്കുന്നു. എൻ്റെ പേര് ബിജു ജോൺ. വൈഫിൻ്റെ സോസി. എനിക്ക് 2 കുട്ടികളാണ്. ഞാൻ എൻ്റെ ടൈൽസിൻ്റെ വർക്കെടുത്ത് ചെയ്യുന്ന, ഞാൻ താമസിക്കുന്നത് ബിജു ജോൺ. എനിക്ക് 2 കുട്ടികളാണ്. എൻ്റെ പേര് മനോജ് സെബാസ്റ്റ്യൻ. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാം. ഇതിലിപ്പോ നമ്മുടെ ടീച്ചർമാരൊക്കെ ഒന്നുകൂടി കാണാൻ ഏറ്റവും അതിയായ സന്തോഷമുണ്ട്. ജോസ് സാറിന് തന്നെ മിക്കവാറും അറിയാവുന്നുണ്ട്. ജോസ് സാർ മിക്കവാറൊക്കെ കാണാൻ ഇപ്പൊ വന്നപ്പോ തന്നെ സാറ് ചോദിച്ചത് ഈ ബാച്ചിലോട്ടാണ് ചോദിച്ചത്. അതുപോലെ തന്നെ ലിസ് ടീച്ചറും എന്റെ അപ്പച്ചനൊക്കെ ഒന്നിച്ച് പഠിച്ചത്. ബാക്കി എല്ലാ ടീച്ചറും പേര് ടീച്ചറിന് അറിയാം. ബാക്കി ജയാമ ടീച്ചർ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സെന്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടായിരുന്നു. ടീച്ചർ അന്ന് അവിടെ വന്ന സമയത്ത് ഞാൻ ഫാബ്രിക്കേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 2 കുട്ടികള്. മൂത്താള് 10ാം ക്ലാസ്സില്, 2ാമത്തെ ആള് ഇപ്പൊ 7ാം ക്ലാസ്സിലേക്കായി. നമ്മുടെ കൊച്ചുപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. താങ്ക് യു. സീഫുഡിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫ് ഹിന്ദുസ്ഥാനിൽ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികൾ. ഒരാള് 2 പഠിക്കുന്നു, ഒരാള് 1 എൻ്റെ പേര് മനോജ് എന്നാണ്. മനോജ് PM. ഞങ്ങൾ 2 വർഷം പഠിച്ചിട്ടുള്ളൂ. 5ഉം 6ഉം. അതിനുശേഷം ഞാൻ കടവില സ്കൂളിലേക്ക് മാറിപ്പോയായിരുന്നു. ഞാനിപ്പോൾ സ്വന്തം ഒരു ബിസിനസ് നടത്തുകയാണ്. ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ ഹോം സിസ്റ്റം ബിസിനസ് നടത്തുന്നു. വൈഫ് വീടുകളിൽ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികളാണ്. മകൻ 8ാം ക്ലാസ്സിൽ, മകൾ 4ാം ക്ലാസ്സിൽ. 4 മക്കളുണ്ട്. അതിൽ മൂത്ത ആൾ സ്പെഷ്യൽ ചൈൽഡാണ്. ആദർശ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡ് കുണ്ടകയാണ്. പിന്നെ ബാക്കിയുള്ള കുട്ടികൾ ഒരാൾ 7ാം ക്ലാസ്, ഒരാൾ 5ാം ക്ലാസ്, പിന്നെ 2 വയസ്സേ ആയിട്ടുള്ളൂ. എൻ്റെ പേര് കല്യാണം കഴിച്ചേക്കാണ്. എനിക്ക് 2 പിള്ളേരും 2 പെൺകുട്ടികൾ. മൂത്താളുടെ കല്യാണം കഴിച്ച 2 കുട്ടിയുണ്ട്. ഇളയത് ഡിഗ്രിക്ക് പഠിക്കും. ഞാൻ സനിജ വിൽസൺ. ടീച്ചർമാർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. എനിക്ക് 2 മക്കൾ. മൂത്തയാൾ BBA കഴിഞ്ഞു. BBM ചെയ്യാൻ UK പോയി. ഇളയാൾ മോനാണ്. 10ാം ക്ലാസ്. എൻ്റെ പേര് രാജി ബിജു. രാജിന്നായിരുന്നു ഇവിടെ. രാജി ബിജു എന്നായിപ്പോയി. എനിക്കൊരു മോള് BCA കഴിഞ്ഞു.
ഞാനിപ്പോൾ ഇവിടെ പ്രപ്പോർട്ടർ എലക്ട്രിസിറ്റി പഠിക്കുന്നു, ഓഫീസിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് പാർട്ടി ബേസ് മെക്കാനിക്കലൊക്കെ ആയിട്ട് സുഖമില്ല എങ്കിലും ജോലിക്ക് പോകും. ഹലോ, എല്ലാവർക്കും എന്നെ മനസ്സിലായ? ടീച്ചർമാരെ, എൻ്റെ പേര് സ്മിത എന്നാണ്. എൻ്റെ വീട് ഈ കണ്ടനാട് പാടില്ലേ, അവിടെയായിരുന്നു വീട്. ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കണ്ടനാട് നിന്ന് പോയി. 10ാം ക്ലാസ്സിൽ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചുവള്ളി എന്നാണ് ഇവിടെ പഠിക്കാൻ വന്നിരുന്നത് കേട്ടോ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ മഹാരാജ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിക്കാൻ പോയത്. അതിനുശേഷം PSC ഭാരതമാത കോളേജിൽ പിന്നെ B.Ed ചെയ്തു. അത് ശ്രീനാരായണ കോളേജ് മൂവാറ്റുപുഴ. പിന്നെ 10 വർഷം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പം പഠിപ്പിക്കണില്ല, ആ ജോലി പോയായിരുന്നു. ഇപ്പം അതിനുശേഷം ഞാൻ മൂവാറ്റുപുഴ അല്ല മുളന്തുരുത്തി നിർമ്മല കോളേജിൽ ഇപ്പം ലാസ്റ്റ് ഗ്രേഡ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഒരു മോളുണ്ട്, അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുക. പിന്നെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഈ സ്കൂളിൽ വന്നത് നമ്മൾ JDSC പഠിച്ചപ്പോൾ ഇവിടെ LSSന്റെ പരീക്ഷ എഴുതാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ കണ്ണാട് സ്കൂളിൽ വന്നത്, 4ാം ക്ലാസ് വെച്ച്. അതിനുശേഷം എൻ്റെ 5ാം ക്ലാസ് അതായിരുന്നു ഇത്, 5ാം ക്ലാസ് ഇത്. അന്നാണ് ജയാമ്മ ടീച്ചറും നമ്മുടെ അമ്മി ടീച്ചറൊക്കെ ആദ്യമായിട്ട് നമ്മളെ ഹിന്ദി പഠിപ്പിക്കാനൊക്കെ വന്നത്. ടീച്ചറെ ഹിന്ദിയൊക്കെ എനിക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം, കാരണം എൻ്റെ കൊച്ചിന് പോയപ്പോൾ ഹിന്ദി അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കണ്ട ഹിന്ദി, ഞാൻ 10 വരെ ഹിന്ദി പഠിച്ചിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഈ 5ാം ക്ലാസ്സിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചർമാരൊന്നും പരിചയം വന്നിട്ടില്ല തുടക്കത്തില്ല. അപ്പൊ നമ്മുടെ കൂടെ അനിത എന്ന് പറഞ്ഞ കുട്ടി കൂരിക്കാടുള്ളത്, ആ കൊച്ചിന്റെ അച്ഛൻ കയറി വന്നപ്പോൾ നമ്മളെല്ലാവരും ചാടിയത് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എടുത്തിട്ട് ഗുഡ് മോർണിംഗ് സാർ പറഞ്ഞു. അപ്പൊ അനിത പറഞ്ഞേ അത് എന്റെ അച്ഛനാണ്. ഞാൻ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കണ്ട, അനിതേന 5ാം ക്ലാസ്സിൽ നമ്മുടെ കൂരിക്കാരുണ്ടായിരുന്നത്. അത് 5, ഇത് 6ാം ക്ലാസ് ആയിരുന്നു. അത് 7 അപ്പുറത്തത്. അപ്പൊ 7ാം ക്ലാസ് വെച്ച് അന്ന് യൂണിഫോം ഇട്ടില്ലെങ്കിലേ നമ്മുടെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു 7ാം ക്ലാസ്സിൽ? മെന്തിച്ചാണോ? എന്തായാലും അത് യൂണിഫോം ഇടാത്തവരെന്ന് 25 പൈസ വെച്ച് മേടിക്കണമെന്ന് പറഞ്ഞു. ഇല്ല കണ്ടോ, യൂണിഫോം ഇടാത്തത് 25 പൈസ മേടിച്ചു വെക്കാൻ പറയും. അത് കളക്ട് ചെയ്തോണ്ടെന്ന് വെച്ചാൽ ഞാനാ. അത് പറഞ്ഞ് കൊല്ലം അടിച്ചു മാറ്റിയില്ല. പക്ഷെ കൊല്ലം പരീക്ഷ അതിന് തൊട്ട് മുമ്പ് ടീച്ചർ പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ മിഠായി വാങ്ങി. ഈ ശ്രീകാന്ത് എന്റെ പറഞ്ഞ പൈസ കൊണ്ടുവന്നോ ചോദിച്ചടപ്പാ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നിട്ട് ആ പൈസ എങ്ങാണ്ട് 10-20 രൂപ എങ്ങാണ്ടുള്ളൂ. എന്നിട്ട് അതിന് മിഠായി മേടിച്ച് കൊടുത്തു. ആ വർഷം ഇപ്പന്മാര് പോവുകയും ചെയ്തു. അവര് പോയി. മിഠായില്ല. പിന്നെ ജോസാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ് എന്റെ പൊന്നോ പഠിക്കാൻ വളരെ നന്ദി എടുക്കാറേ. അതായത് പിറ്റേ ദിവസം ക്ലാസ് വരുമ്പോ വൊക്കാബുലറി സാറ് ഡിക്റ്റേഷൻ എടുക്കും അല്ലേ, സാറിന്റെ ഡിക്റ്റേഷൻ. പിന്നെയാണ് ടെൻസുകള്, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, എല്ലാ ടെൻസും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ ഉപകാരപ്പെട്ടത് സാറേ, വളരെ നന്ദിയുണ്ട് സാറേ. പിന്നെ മാമ്പഴ എന്ന കവിത ഇവിടെ പഠിപ്പിച്ചപ്പോ അപ്പൊ ഞാൻ അധികമൊന്നും പറയില്ല, കൂടുതൽ പറഞ്ഞിട്ട് മനസ്സിലായി. നമ്മുടെ ഷീല ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഷീല ടീച്ചർ സ്വാഗതം. ഇത്രയും പറഞ്ഞിട്ട് താങ്ക് യു. എൻ്റെ പേര് സരിത PG. കൂടുതൽ മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു മോനാണുള്ളത്. ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നു, 9ാം ക്ലാസ്സിൽ. എൻ്റെ പേര് കവിത. എൻ്റെ ഭർത്താവിൻ്റെ പേര് മനോജ്. 2 കുട്ടികളുണ്ട്. ഒരാള് മിക്കു ഫൈനൽ സെന്റ് മേരീസ് കോളേജ്, രണ്ടാമത് ശ്രീനാരായണ ചെങ്കാവ്. പിന്നെ കുറച്ചാൾ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ വീട്ടു ജോലിയൊക്കെ ആയിട്ട് നിൽക്കണം. ടീച്ചർമാരെ കണ്ട് വളരെ സന്തോഷം. ചാലക്കുടിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 2 മക്കളുണ്ട്. ഒരാളുടെ 9th, ഒരാൾ 6th. സന്തോഷമുണ്ട്. എൻ്റെ പേര് സീമ MC. ഹസ്ബൻഡിൻ്റെ പേര് റിജി. എനിക്ക് 2 മക്കളാണ്. മൂത്താണ് ഫസ്റ്റ് ഇയർ MSc ഓറഞ്ച് സയൻസ്. രണ്ടാമതാണ്
ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇങ്ങനൊരു നിമിഷം ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എല്ലാ ടീച്ചർമാർക്കും പഠിച്ച എല്ലാവരെയും കാണാൻ വേണ്ടി തന്നെയാണ് നോക്കുന്നത്. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും. എൻ്റെ ഒരു സ്മിത എനിക്ക് ഷോപ്പുണ്ട്. 2 മക്കളുണ്ട്. ഒരാൾ ബിടെക്, ഒരാൾ 7th. എൻ്റെ പേര് ശ്രീനി. കുരിക്കാടാണ് താമസിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് ശ്രീനി. സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ചെറിയ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോൻ ഇപ്പം 9th പഠിക്കുന്നു. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ഞാൻ ബിന്ദു PG. ഞാനിപ്പോൾ താമസിക്കുന്നത് ആലുവയിലാണ്. ഹസ്ബൻഡ് ഓൾസോ ടീച്ചർ. ഞാനൊരു കിൻഡർഗാർട്ടൻ ടീച്ചറാണ്. പിന്നെ എനിക്കൊരു മോളാണുള്ളത്. മോള് +2 എക്സാം എഴുതിയിരിക്കുന്നു. പിന്നെ എന്താ പറയുക, അതിനൊക്കെ പോകുന്നു. ടീച്ചേഴ്സിനെല്ലാം കണ്ടതിന് വളരെ സന്തോഷം. താങ്ക് യു. എൻ്റെ പേര് അനിത. എല്ലാ ടീച്ചേഴ്സിനും എന്നെ അറിയാം. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരുമാതിരി എല്ലാവർക്കും തന്നെ എന്നെ അറിയാം. ഞാൻ ഇവിടെ കണ്ടനാട് തന്നെ ജനിച്ച കാലം തൊട്ട് ഇത്രയും കാലം ഞാൻ കണ്ടനാട് തന്നെ ഉള്ളതുകൊണ്ട് എന്നെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു ഫോട്ടോസ്റ്റാറ്റ് ഇൻ്റർനെറ്റ് കഫേ ഉണ്ട്. അപ്പം അത്യാവശ്യം എല്ലാവരും തന്നെ കൂടെ പഠിച്ചവരെല്ലാവരും തന്നെ എൻ്റെ അടുത്ത് വരുന്നവരാണ്. പിന്നെ എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്താൾ ഡിഗ്രി ഫൈനൽ ഇയറിലേക്ക് ഇനിയാവും. മഹാരാഷ്ട്രയിലാണ് പഠിക്കുന്നത്. മോള് +2 എഴുതിയേക്കും. എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇളയാൾ 6ാം ക്ലാസ്സിലേക്ക്. ടീച്ചർമാർക്കും സാറന്മാർക്കും നമസ്കാരം. എൻ്റെ റോബിൻ C. ജോർജ്. എൻ്റെ ചേച്ചിയുടെ ഇവിടെ പഠിപ്പിച്ച ഡോട്ടി റിന്നി അറിയായിരിക്കും. അറിയാതിരിക്കാൻ വഴിയില്ല. ഞാൻ ഇപ്പോൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 3 പിള്ളേരുണ്ട്. വൈഫ് അങ്കമാലി തട്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. മൂത്തവൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയേക്കുന്നത്. 2ാമത്തെ മോളാണ് 5ലേക്ക്. 3ാമത്തെ ഒരു മകനും കൂടെ ഉണ്ട്. അവരിപ്പോൾ 1ാം ക്ലാസ്സിലേക്കാണ്. എല്ലാവരും കണ്ടതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജു. കുരിക്കാടാണ് താമസം. വൈഫ്, 2 കുട്ടികൾ. ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാൾ 10ാം ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതിയിരിക്കുന്നു. എല്ലാ ടീച്ചർമാരെയും സാറുമാരെയും കാണാൻ പറ്റിയ സന്തോഷിക്കുന്നു. അതിനുവേണ്ടി പ്രയത്നിച്ച 5-6 പേരുണ്ട്. പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പേര് മിസ്സായി കഴിഞ്ഞാൽ അത് നഷ്ടമാകും. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. പേരൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒരാളുടെ 2 പേരുടെ പേര് വിട്ടുപോയാലും പ്രതീക്ഷിച്ചിട്ടാണ്. പിന്നെ ഈ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് അനിൽ. എന്നെ എല്ലാവരും അറിയുന്നു വിശ്വസിക്കുന്നില്ല. ഞാൻ പോളിഷിൻ്റെ പെയിൻറ്റിങ്ങൊക്കെയായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാവരും ചിലപ്പോൾ അറിയും. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങളുടെ ദിവസമാണ്, ലേബറിൽ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതെല്ലാം പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വിളിച്ചിട്ടേക്കും ഞാൻ വിളിച്ചോണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഒരു മോള് 10 വയസ്സ്. അപ്പോൾ എനിക്ക് ഒരാളുള്ളൂ. ഒരാളുണ്ട് കമ്മിസും. അടുത്ത മാസം 27-ാം തീയതി ഡേറ്റ് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ നടപടിയല്ല. റോബിനൊക്കെ 5ാമത്തേലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു കുട്ടി എന്ന് ചോദിക്കുന്നൊരു കാര്യമൊന്നും എനിക്ക് പോകും. അപ്പം ബഡ്ജറ്റ് എടുക്കുന്ന പരിപാടിയാണോ എന്നൊക്കെ ചോദിച്ചാൽ പലരും കളിയാക്കി. ഇല്ല, അപ്പം ഇനി ബഡ്ജറ്റ് നമ്മൾ കൂട്ടാം. സോറി, 3 ആയോ? അതിനൊരു സങ്കടമുണ്ട്. 4 കൊല്ലം തന്നെ ആയിപ്പോയി. അപ്പോൾ വേറെ ഇപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടതിൽ വളരെയധികം സന്തോഷം. പിന്നെ വേറെ എനിക്കൊരു കാര്യം പറയാനുള്ള പ്രേമം നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ? മരിച്ചു പോയാൽ. അപ്പോൾ ഒരാശം കൊണ്ട് പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാനും അറിഞ്ഞത് കുറച്ച് വൈകിയാണ്. അവനിവിടെ ഓർക്കുവാണ്. എല്ലാവരും എത്തിച്ച് ഇറങ്ങിയിട്ടില്ലെന്ന് നോക്കുന്നത്. ഒന്നര എല്ലാവരും നമുക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. പഠിപ്പിസ്റ്റുകളാണ് ഏറ്റവും വലിയ പഠിപ്പിസ്റ്റുകൾ.
കുറഞ്ഞ നിലയിലുള്ള നല്ല നിലയിലൊക്കെ തന്നെയാണ്. പക്ഷെ അഡ്വാൻസ് സ്കൈ ലൈൻ അങ്ങനെയുള്ള ഫ്ലാറ്റുകളൊക്കെയാണ് നടക്കുന്നത്. കുറച്ച് 30-40 നിലയൊക്കെ ഉണ്ട്. അത് നല്ല നില തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ വേറെന്ത് പറയാനുള്ള കൂട്ടുകാരെന്നുണ്ട് കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ വരാതെ ഇരുന്നെങ്കിൽ വളരെ നഷ്ടമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെന്താ പറയുക, നമുക്ക് ഇങ്ങനെ സഭാകമ്പം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മളോട് ഈ തട്ടത്തിന് ആളെ വിളിച്ച ആളാണ്. അപ്പോൾ എന്നെ എന്ത് സഭാകമ്പം ഗോവിന്ദ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരും വന്നല്ലോ കാണാൻ സാധിച്ചല്ലോ എന്നുള്ളതാണ്. അപ്പോൾ മാറ്റി പലവട്ടം എന്നെ വിളിച്ചു, ഇനി വരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു റീസണിങ് ആകത്തോളൂ, നമുക്ക് ശനിയാഴ്ചയാണ് നമ്മുടെ ലെയറും കാര്യങ്ങളൊക്കെ കിട്ടണേ. അപ്പോൾ അത് മേടിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ കാശ് മേടിക്കണം, കളക്ട് ചെയ്യണം, അങ്ങനെയുള്ളത്. ഇനിയിപ്പോൾ കഴിഞ്ഞ് പോയി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു തടസ്സമായിട്ട് പറഞ്ഞത്. എങ്കിൽ പോലും വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. എല്ലാവരും കാണാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. കുറച്ച് പറഞ്ഞ് ഞാൻ അറിയാം. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത ആൾ ലാംഗ്വേജ് പഠിച്ച് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് B.Ed പരീക്ഷയ്ക്ക് അടുത്ത 17-ാം തീയതി കഴിഞ്ഞാൽ നമ്മൾ പോകാം. പിന്നെ ഇടവൻ +2 പഠിക്കുന്നു. പിന്നെ വൈഫ് ഇവിടെ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ ജോസ് മാത്യുവിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും കാണാൻ വേണ്ടി വളരെ സന്തോഷം. എനിക്ക് നേരത്തെ അവിടെ വീട്ടിലാണ്, പക്ഷേ എനിക്ക് ഇവരെ കണ്ടൊക്കെ നല്ല ഭയങ്കര സന്തോഷം. ടീച്ചർമാരെ കണ്ടത് വളരെ സന്തോഷം. എനിക്ക് കുറച്ച് പേരൊക്കെ ടീച്ചർമാർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഹലോ, ഞാൻ ഷൈൻ. എന്താ പറയുക, ഇപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 മക്കൾ. മൂത്താൾ +2 പഠിക്കുന്നു, +2 പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ 10 പഠിക്കുന്നു. പിന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് സാറിൻ്റെ പാണലിൻ്റെ അടിയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കാറില്ല. ബേസിക്കലി ഞാനൊരു ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നു. സുഖമായിട്ട് പോകുന്നു. 2 മക്കളുണ്ട്. മൂന്നാമത്തെ ഏതാണ്ട് പ്രോസസ്സിംഗ് പിന്നീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ശരി ശരി. എല്ലാ ചേച്ചിമാരെയൊക്കെ അറിയായിരിക്കും. ഒരു രാജി, ജയ്സി, സരിത, കുട്ടിയുണ്ട്. എനിക്ക് ഇവരുടെ കുട്ടികളുടെ വയസ്സിൽ പറയുമ്പോൾ നമുക്കൊരു ചിരിയാൻ വേണ്ടി അത് എൻ്റെ കുട്ടി LKG ആവുന്നു. ഒരാൾ പിന്നെ വൈഫ് പുറത്ത് ദുബായിലാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ നേവി ഫയർ സർവീസിൽ ജോലി ചെയ്യുന്നു. ഈ ജോർജ് സാറിന് എന്നെ ഇംഗ്ലീഷിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ചാനലിൽ അടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ സമയത്ത് പ്രയോജനപ്പെടുത്തും. ഈ ബാക്കിയുള്ള ടീച്ചേഴ്സും കൂടി അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ വേറെ ലെവലിൽ ചെന്നത്. പിന്നെ ഇതുപോലെ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്യു വർഗീസ് ഇവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം അവിടെ അഭിനന്ദിച്ചു കൊടുക്കുന്നു. പിന്നെ ഈ ടീച്ചർമാരെ സാറിനെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. എൻ്റെ പേര് സിജോ. 2 പിള്ളേരുണ്ട്. ഒരാൾ 8-ൽ, ഒരാൾ UKG. അഡ്വർടൈസിംഗ് ആണ്. എൻ്റെ പേര് റൈജു. ഓർമ്മ ഉണ്ടാകുന്ന രീതിയിൽ കിട്ടണം. പിന്നെ ടീച്ചർമാർക്ക് ആർക്കും ഓർമ്മയുണ്ടോ? ഞാൻ തൃശ്ശൂരാണ്. വൈഫ് ഓഫ് തൃശ്ശൂർ. കുറച്ചാൾ പുറത്തായിരുന്നു. 2 മാസമായിട്ട് വന്നിട്ട് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. സമയത്ത് എത്തി. അപ്പോൾ എല്ലാവരും കണ്ടതിൽ സന്തോഷം. 2 കുട്ടികൾ. മൂത്തവൾ ഏഞ്ചിൽ 9ാം ക്ലാസ് പഠിക്കുന്നു. രണ്ടാമത്തെ ഏനോഷ് 3ാം ക്ലാസ് പഠിക്കുന്നു. ഭാര്യ ഐനി. ഓക്കെ, എന്നെ പറയും സാറിന് അറിയാം. വേറെ ആർക്കെങ്കിലും പരിചയമുണ്ടോ?
നന്ദി. ഞാൻ 10ാം ക്ലാസ് ഡിഗ്രി ആർട്സ് കോളേജിലായിരുന്നു പോകുന്നത്. പിന്നെ കുടുംബമായിട്ടിരുന്നു. ആർട്ട്വർക്കാണ് ജോലി. പിന്നെ ഡിസൈനിങ് അങ്ങനെയൊക്കെയായിട്ട് പോകുന്നു. 3 പിള്ളേർ, 3 ആൺകുട്ടികളാണ്. ഒരാൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു, ഒരാൾ +1, ഒരാൾ 3ാം ക്ലാസ്. ഓക്കെ. എൻ്റെ പേര് ഷോബി. മിക്കവാറും എല്ലാവരും 10 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. 2 പേരൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. എനിക്ക് ഭാര്യ, പേര് മഞ്ജു, 3 കുട്ടികളാണ്. മൂത്തയാൾ 9ാം ക്ലാസ്സിലേക്ക്, രണ്ടാമത്തെ ആൾ 1ാം ക്ലാസ്സിലേക്ക്, മൂന്നാമത്തെ ആൾ ഞാൻ വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വീഡിയോ നമ്മുടെ ഷീല ടീച്ചർക്ക് മൊമെന്റ് സമർപ്പണം കേട്ടോ. എൻ്റെ മക്കളോട് ഞാനൊരു ക്ഷമാപണം നടത്തുവാണ്. എന്താണെന്ന് വെച്ചാൽ 10 മണിക്ക് വരണോട്ടോ ടീച്ചറെ എന്ന് രശ്മി പറഞ്ഞപ്പോൾ ഞാൻ എത്താൻ തടസ്സമൊന്നും ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ മോൻ്റെ ഭാവയുണ്ട്, എന്നാലും എത്താൻ ശ്രമിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്ന് മദറിലോടെ 40ാം ചരമദിനമായിരുന്നു. അപ്പോൾ പള്ളിയിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് സമയത്തെത്താൻ പറ്റാഞ്ഞ്. എന്നാലും എല്ലാവരെയൊക്കെ പാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഞാൻ ഓടിയെത്തിയത്. അതുകൊണ്ട് വൈകിയതിൽ ചെറിയ ഒരു പറയേണ്ട ആവശ്യമില്ല, എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് മനഃപൂർവ്വമല്ല. നമ്മുടെ പ്രിയപ്പെട്ട വത്സ ചേച്ചിക്ക് ഒരു മൊമെന്റോ സമർപ്പണം. അടുത്തായിട്ട് നമ്മളൊരു 2-3 പേര് കലാപരിപാടി അവതരിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് രശ്മിയുടെ ഒരു പാട്ടാണ്. പാട്ടെന്ന് പറയാൻ പറ്റില്ല, ഹലോ, ടീച്ചറിന്റെ പ്രത്യേക ആവശ്യപ്രകാരം നമ്മള് ഒരു വട്ടം കൂടി പാട്ടില്ല, പഴയ പാട്ട് പാടി ശരിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യും. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ പെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണി നിൽക്കുമ്പോഴാണ് മരമൊന്നുലയ്ക്കുവാൻ മോഹം. മരമൊന്നുലയ്ക്കുവാൻ മോഹം. ഒരു വട്ടം കൂടി ഓർമ്മകൾ പെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. വേറെ രീതിയിൽ കവിത പാടുന്നതാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ആലോചിച്ചു തോന്നി, ഞാൻ പഠിച്ചു പോയപ്പോൾ തന്നെ പാടിയ ആ കവിത, ഇത് ഫസ്റ്റ് കവിത തന്നെ പാടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. പ്രിപ്പയർഡ് ഒന്നുമില്ല, എങ്കിലും ഞാൻ പാടാൻ ആഗ്രഹിക്കണം. എനിക്കൊരു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. വി മധുസൂദനൻ നായരുടെ അഗസ്ത്യ ഹൃദയം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുമ്പേ കനൽ കാടു താണ്ടാം, നോവിന്റെ ശൂലമുരമുകളിൽ കരയാം, നാരായണൻ അഗസ്ത്യനെ കാണാം, രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുമ്പേ കനൽ കാടു താണ്ടാം, നോവിന്റെ ശൂലമുരം
മുലപ്പാൽ പൊതിഞ്ഞു മലകയറുമീ നമ്മൾ ഒരു വേള ഒരു കാതമേയുള്ളു മുകളിലെത്താൻ ഇപ്പോൾ ഈ അനുജന്റെ ചുമരിൽ പിടിക്കൂ ഇപ്പാകശിലീയമർത്തിച്ച വിട്ടു ജീവന്റെ തീ മുഴുവനു ഞാൻ നീട്ടും ഈ വഴി നീയിലൂടെ ഗിരിമകുളമാല അഗസ്ത്യനെ കണ്ടാൽ അവരുപോലത്താരം വിളിയൊളി വരണ്ടാൽ കരണിൻ സ്വയങ്ങൾ തെളിയുന്ന പുണ്യം ജരമാണ്ടരുടെയും ശാന്തി ചൈതന്യം ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ വിടാറുമില്ലേ ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ വിടാറുമില്ലേ വനവർണ്ണശാലയില്ലല്ലോ മനം കാത്ത മുറിയാകത്തില്ലല്ലോ മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരന്നുരയ്ക്കുന്നതില്ലല്ലോ പശ്ചിമ ശരദശ്വതം ചൊല്ലി നിന്നൊരു പാചോറ്റി കാണതില്ലല്ലോ രുദ്രാക്ഷമണ്ണിയോരാനാഗതന്തിതൻ മുദ്രാകലങ്ങളില്ലല്ലോ അടരിൽ നിഴൽ കൂത്തുമർമ്മം ജയിച്ചൊര തഴുതാമ പോലുമില്ലല്ലോ ദാഹം തിളച്ചാവി നാഗമാകുന്നൊരാ തിരിന്റെ വക്കുപുളയുന്നു ചിത്രങ്ങൾ ചുട്ടു നിന്നാടുന്ന ചിതകളുടെ ചിരി പോലെ ചിതറിയ വെളിച്ചമേ കണ്ണുനകൾ ചുണ്ടു നീട്ടിയന്തിക്കിടി പൂവേലി കുത്തിപ്പിടിച്ചിരിക്കുന്നു ദാഹമേറുന്നു രാമദേഹമിടുന്നു. എനിക്കില്ലേ ഒരു പാട്ട് പാടണം. കാരണം ഞാൻ യൂത്ത് ഫെസ്റ്റിവലിലൊന്നും അങ്ങനെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര സഭാകപ്പ് വരുന്നുണ്ടാ. അപ്പൊ ഞാൻ പേര് തന്നിട്ടുണ്ടല്ലോ ടീച്ചേഴ്സെ. ഞാൻ രജിസ്ട്രേഷനും എല്ലാത്തിനും പേര് തന്നിട്ട് ഞാൻ ആ ധന്യയുടെ വീട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ പരിപാടി. അപ്പൊ സാറേ ഇപ്പൊ എനിക്ക് എന്ത് തന്നെയാണ് ഒരു പാട്ട് എൻ്റെ ടീച്ചേഴ്സിന് മുന്നിൽ വെച്ച് എനിക്കൊരു പാട്ട് പാടി വരുന്നു. അത് തെറ്റി കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സ് എന്നോട് ക്ഷമിക്കണം. കൊണ്ടു ഞാൻ ദൂരെ കൊണ്ടു ഞാൻ
വിദ്യാർത്ഥി മാത്രമല്ല ഈ കൽക്കാട് പ്രദേശത്തെ ഏറ്റവും മികച്ച വിഷയമുള്ള അവാർഡ് വാങ്ങിച്ച് പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ ഒരുപാട് വിഷയങ്ങളുള്ളതാണ്. ഒരു സാധാ പൂർവ്വ വിദ്യാർത്ഥി മാത്രമല്ല, മനു ഫിലിപ്പിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് മനു ഫിലിപ്പ്, ഒരു അടുത്തന്നെ താമസിക്കുന്നു. കൃഷിയാണ് എൻ്റെ ഒരു ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നു. ആൾക്കാർ കാണാൻ വേണ്ടതാണ് അല്ലേ? ആരും വരില്ലേ? അതില്ല, നിങ്ങൾ എല്ലാവരും പോയി. ഓക്കെ, നല്ലോടാ ഇത്രമാരും നല്ലതല്ല. താങ്ക് യു. പോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി യൂണിയൻ്റെ നമ്മുടെ അസോസിയേഷൻ്റെ പേരിൽ നമ്മൾ മനുവിനൊന്ന് ആദരിക്കാൻ ഞാൻ ജോസാനോട് ഗവൺമെൻറ് കൊടുത്ത് ആദരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് കണ്ടനാട് അറിയപ്പെടുന്നത് മനു ഫിലിപ്പിന്റെ പേരിൽ ആത്മാർത്ഥമായി കൃഷിയെ സ്നേഹിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പയ്യൻ അഭിനന്ദനം. ഒരു കാര്യം കൂടെ ഓർമ്മിക്കട്ടെ എല്ലാവരെയും. ഇന്നിപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു എന്നാണ് ധാരണ. പക്ഷേ ഈ പ്രായോഗിക അവസരത്തിലായതുകൊണ്ട് ഇനിയും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വെച്ച് ഞാൻ കണ്ടുമുട്ടിയാൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചറിയണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഓർമ്മിച്ച് പരിചയപ്പെടണം എന്ന കാര്യം ഓർമ്മിക്കുകയാണ്. ഓക്കെ. നമ്മുടെ പ്രിയപ്പെട്ട ആര്യ ടീച്ചർ എത്തിയിട്ടുണ്ട്. ടീച്ചർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കില്ലായിരുന്നു. ടീച്ചറെ നമ്മൾ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യണം. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ടീച്ചറിനോട് പറഞ്ഞായിരുന്നു ടീച്ചർ കുറച്ച് ലേറ്റ് ആയിട്ട് വരുമെന്ന്. എന്നാൽ നമ്മൾ ഇത്ര പ്രതീക്ഷയിലായിട്ട് ഇത്ര ലേറ്റ് ആയിട്ട് ടീച്ചർ വന്നതിന് ടീച്ചർക്ക് ഒരു ഗുഡ് അപ്ലോഡ്. ടീച്ചർ നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. ടീച്ചർക്ക് ഉള്ള മോഡലിൻ്റെ വിടണം അജു.
അവസരത്തിന് അവസാനമായിട്ട് നന്ദി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരുവിനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ്. ആദ്യമായി സെന്റ് മേരീസ് ഹൈസ്കൂൾ 94 ബാച്ചിന് ഒത്തുകൂടാൻ അവസരം തന്ന സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനും 94 ബാച്ചിന്റെ പേരിലും എൻ്റെ പേരിലും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പലതരം ശാരീരിക അവസ്ഥകളുടെയിലും ഒത്തുചേർന്ന നമ്മുടെ ജോർജ് സാർ, മോളി ടീച്ചർ, ലിസി ടീച്ചർ, ജയമ ടീച്ചർ, സാരമ്മ ടീച്ചർ, ഗീത ടീച്ചർ, മേരി ടീച്ചർ, വൈശമല്യ ടീച്ചർ, അംബിക ടീച്ചർ, ഷീല ടീച്ചർ, എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കൂട്ടുകാരുടെ പേരിലും നന്ദി. അടുത്തതായി വർക്കി ചേട്ടൻ, ജോയ് ചേട്ടൻ, വത്സ ചേച്ചി, എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കൂട്ടുകാരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങൾ ഓരോരുത്തരെയും അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇത്തരം കൂട്ടിച്ചേരലുകൾ